ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നെന്താ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ, അതായത് സാധാരണ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണോ അത്ര കിലോമീറ്റർ ഓർഡർ. അപ്പോൾ ഈ വട്ടം കുറച്ച് വെറൈറ്റി പിടിക്കുക വിചാരിച്ചു. അതായത് ഇന്ന് ഞാൻ 21 ആവും, 21 ആയി. ആൻഡ് 21 കിലോമീറ്ററാണ് ഹാഫ് മാരത്തോൺ. ഞാൻ വിചാരിച്ചു അത് ഡബിൾ ചെയ്തിട്ട് ഒരു ഫുൾ മാരത്തോൺ ഓടിയാലോ വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ലിസി ലേക്കിൽ വന്നിട്ടുള്ളത്, ലിസിയിൽ ജോർജിയയിൽ. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓടിയാൻ തീരുമാനിച്ചു. ഇന്ന് മഴ പെയ്തു ആൻഡ് റോഡൊക്കെ ഭയങ്കര സ്ലിപ്പാണ്. പിന്നെ ലിസി ലേക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. അതായത് ഒന്നുകൂടി ഡിഫിക്കൽട്ടാണ് ഇവിടെ ഓടാൻ. അപ്പോൾ എനിക്ക് എൻ്റെ സെൽഫിൽ തന്നെ പുഷ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. ലൈക്ക് നമുക്കാർക്കും നമ്മളെ ലിമിറ്റ്സ് ഒരിക്കലും അറിയില്ല. സോറി ഗൈസ്, വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഇതാ ലിസി ലേക്കിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ ഇപ്പോഴും സ്നോ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴും സ്നോ ഒക്കെ കിടക്കുന്നുണ്ട്. സ്നോ ഒന്നും മെൽറ്റ് ആയിട്ടില്ല. കുറച്ച് ദിവസം മുന്നേ സ്നോ ഒക്കെ പെയ്തിരുന്നു. അപ്പോൾ ആ സ്നോ ഇപ്പോഴും മെൽറ്റ് ആയിട്ടില്ല. നല്ല വിൻഡിയാണ് ലിസി ലേക്ക്. മെല്ലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ട് നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയാം. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റ് പറയുന്നത്. എനിക്ക് നല്ല തണുത്ത കാറ്റുണ്ട്. ഞാൻ ലിസി ലേക്ക് കാണിച്ചാൽ ഇതാണ് ലിസി ലേക്ക്. ഈ നാട്ടിലുള്ളവർക്കൊക്കെ അത് അടിപൊളിയായിരിക്കും. അവിടെ ജോർജിയയിലുള്ളവർക്കൊക്കെ ഒന്നും ഇങ്ങോട്ട് വരില്ല കേട്ടോ. ഒന്നാമത് തണുപ്പും കാരണം ആരും ഇങ്ങോട്ട് വരില്ല. മൂന്ന് കണ്ടോടി സീൻ ഫ്രെയിം. അപ്പോൾ എന്തായാലും എല്ലാ മാമപ്പൊക്കെ ചെയ്യാം. എന്നിട്ട് എന്നെ ഓടാൻ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നിട്ട് കൈ 7 degrees ആണ്, ബട്ട് ഫീൽസ് ലൈക്ക് 3 degrees ആണ്. അപ്പോൾ പക്ഷേ ഇത് നല്ല തണുപ്പുണ്ട്. ഒന്നാമത്തെ കാറ്റുള്ളത് കാരണം നല്ല തണുപ്പുണ്ട്. എന്തായാലും അല്ലേ മാപ്പൊക്കെ ചെയ്യാം. നല്ല വെറ്റാണ്, നല്ല സ്ലിപ്പാവുന്നുണ്ട്. അവിടെ എന്തോ സാധനങ്ങളുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല. ഇരട്ടായിട്ട് കുതിരയാണെന്ന് തോന്നുന്നത്. ആണെങ്കിൽ കാണിച്ചു തരാം. ജോർജിയയിലെ കുതിരകൾ. സീ ഫ്രെയിം 3 ഉണ്ട്, കുതിരകളുണ്ട്. ഇതാദ്യമായിട്ടോ ഇവിടെ കുതിരകളൊക്കെ. കാട്ടൊന്നും ഉണ്ടാവില്ലല്ലേ, പാമ്പുതിരകളല്ലേ. ഓക്കെ, നമുക്ക് തൊടാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഭക്ഷണം കൊടുത്തു നോക്കാം. അയ്യോ, അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഞാൻ ഓടാൻ തുടങ്ങല്ലേ. അല്ല, ഇവിടെ 00 എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇവിടുത്തെ. ലിസി ലേക്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും ഇവിടുന്ന് എടുത്തത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു ദിവസം സൺസെറ്റ് സമയത്ത്, നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റുള്ള സമയത്ത് എനിക്കൊരു ഇവിടുന്ന് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ നല്ലൊരു ഫ്രണ്ടും ഇത്താത്തിയുമായിട്ടുള്ള ഫിസത്ത ഗിഫ്റ്റ് തന്നിരിക്കുന്നു. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. നല്ല രസമായിട്ട് വരച്ചിരിക്കണത്. അതുപോലെ അവിടെ ചെയറൊക്കെ ആക്കിയിട്ട്
ലൈക്ക് ഞാൻ അവിടെ ഇരിക്കണ പോലത്തെ. ഞാൻ അവിടെ നിന്ന് നിന്നിട്ടൊരു പട്ടീനെ തലോട്ടുന്ന വീഡിയോ ആയിരുന്നു, ഒരു വീഡിയോ ആയിരുന്നു, അതിന് സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ആണ് അത്. അതിൻ്റെ പകരം അവിടെ ചെയറാക്കിയിട്ട് ഞാൻ ആ ചെയറിൽ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ആക്കിയെടുക്കണേ. അപ്പോൾ അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാം തുടങ്ങി വെക്കാം. വെള്ളക്കുപ്പി ഞാൻ ഇവിടെ വെക്കല് സാധാരണ, അപ്പോൾ ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അപ്പോൾ ഗൈസ് മെല്ലെ തുടങ്ങി വെക്കട്ടെ കേട്ടോ. ഗൈസ് ഫസ്റ്റ് കിലോമീറ്റർ കഴിഞ്ഞു. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോക്ക് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത്. പിന്നെ അതുമല്ല ഞാൻ ഈ ഓടിനിടയിൽ ഒരു ഷോട്ട് അവിടെ നിന്നും അത് കഴിഞ്ഞ് കുറച്ചിൻ്റെ ഇപ്പുറത്തുനിന്നും കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം അത്യാവശ്യം ടയറിങ് ആണ്. ഒന്നാമത് വെതർ ഇങ്ങനെയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ പില്ലിശ്ശേരിയിലേക്ക് ഇപ്പുറ സൈഡിലേക്ക് എത്തി. നമ്മൾ ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ ഫിനിഷ് ആവാറായി. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്നോ ഉണ്ട്. ലേക്കൊക്കെ ഫ്രോസൺ ആയി കേട്ടോ, ഐസായി കിടക്കുന്നുണ്ടോ. മോള് നോക്കും, മോള് നല്ല ബ്യൂട്ടിഫുൾ ആണ് ചൂടെ. എന്താ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ക്ലൗഡ്സ് വരുന്നത്. നല്ല രസമുള്ള മൂന്നാണ് തന്നെ. ഓട്ടം കംപ്ലീറ്റ് ആകട്ടെ. ഫസ്റ്റ് 3 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. അവിടെയാണ് നമ്മളെ വെള്ളമൊക്കെ ചിത്തിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി, 3 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഈ റൗണ്ട് നല്ല സ്ലോയിലാണ് പോയത്. കാരണം വീഡിയോ എടുത്തെടുത്തെടുത്ത് നല്ല സ്ലോ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഇനി ഈ റൗണ്ട് കഴിഞ്ഞാൽ അവർ എന്താ വീഡിയോ എടുത്തെങ്കിൽ വീഡിയോ കുറച്ച് എടുക്കണില്ല. കാരണം എനിക്ക് ഓടിത്തീർക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. സോ കുറച്ച് നേരത്തേക്ക് ഫോൺ എടുത്തേക്കാണ് ഈ റൗണ്ട് കഴിഞ്ഞൂടെ. എടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, അതുകൊണ്ട് ഇങ്ങനെ കിതക്കണേ. നോർമലാണിത്. സോ അതാ നമ്മളിത് അവിടെ എത്തി. അപ്പോൾ ഗായ്സ് നമ്മൾ 10 കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കി. ടയർഡാവാൻ തുടങ്ങി, എനർജിയൊക്കെ ലോ ആവാൻ തുടങ്ങി. നമ്മൾ ഫ്യൂസ്റ്റ് അടിച്ചാണ്. അപ്പോൾ ഇനി ഇതേപോലത്തെ 3 കൂടി കംപ്ലീറ്റ് ആക്കണം ഗായ്സ്. അപ്പോൾ ടൈം ഏകദേശം 9:30 ഹാഫ് മാരത്തൺ കംപ്ലീറ്റ് ആയി. 5 ഡിഗ്രിയാണ് പകുതി ആയിട്ടുള്ളൂ. ഇനി ബാക്കി പകുതി കംപ്ലീറ്റ് ആക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് ഫുൾ മാരത്തൺ കംപ്ലീറ്റ് ചെയ്യണം വിചാരിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റാണ്. അത് ഇനി എത്ര മണി, 1 മണിയായാലും 2 മണിയായാലും നടന്നിട്ടാണെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇറങ്ങിക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബാക്കി കണ്ടിന്യൂ ആട്ടെ. ഇവിടെ നമ്മൾ വെള്ളമൊക്കെ വെച്ച സ്ഥലം, ഇവിടെ ജ്യൂസ് ഇവിടെ വെക്കണം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യും ഗൈസ്. അപ്പോൾ ബോഡി നല്ല ടയർഡാവാൻ തുടങ്ങി. മൈൻഡൊക്കെ നിർത്താൻ പറഞ്ഞ് കാലൊക്കെ ഇങ്ങനെ ഗ്രാവിറ്റി കാരണം താഴത്തേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പൊതുവെ ഫസ്റ്റൊക്കെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എന്താ 2-3 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹാഫ് മാരത്തോൺ കഴിഞ്ഞ് 21 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ലൈക്ക് വലിവൊക്കെ വരുന്നത്, ടൈറ്റ്നസ് വരുന്നത്, മൈൻഡൊക്കെ നിർത്താൻ പറയുന്നത്. ഈ സമയത്താണ് ശരിക്കും നമ്മളെ മൈൻഡിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം എവിടെ ഒറ്റക്കാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ടുണ്ടാകുമ്പോൾ പിന്നെയും ഫ്രണ്ട്സിൻ്റെ മോട്ടിവേഷൻ കാരണം നമ്മൾ ഓടും. ഒറ്റക്കാകുമ്പോൾ നമ്മളെ മൈൻഡിനെ ബീറ്റ് ചെയ്യണം, നമ്മളെ മൈൻഡ് നിർത്താൻ പറയും. സോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് എല്ലാവർക്കും പറ്റും. ലൈക്ക്
മൈൻഡ് സെറ്റും ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ട് പറ്റും. ബട്ട് യു ഹാവ് ടു പുട്ട് ദാറ്റ് എഫേർട്ട്. പിന്നെ മോട്ടിവേഷൻ ഉണ്ടാവില്ല, സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഈ റണ്ണിങ്ങിൽ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഈ സമയം മോട്ടിവേഷൻ ഭയങ്കര ലോ ആണ്. ഭയങ്കര ലോ മീൻസ് ലൈക്ക് ശരിക്കും നിർത്താൻ തോന്നും. ഡാവിഡ് ഗോഗിൻസിൻ്റെ ഒരു കോട്ടുണ്ട്, ലൈക്ക് എന്താ, നമ്മളെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു തോൽവിയാണ്. കാരണം ഈ സമയത്തൊക്കെ നമ്മളെ മൈൻഡിനെ ബീറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ഗൈസ് വി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആണ് 30 കിലോമീറ്റർ. കുറേ കഥ പറയാണ്ട്, കാരണം 21ാമത്തെ കിലോമീറ്റർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫുൾ ബാഡ് അവസ്ഥയാണ്. എന്തൊക്കെ വരാനുണ്ടോ അതൊക്കെ വന്ന് വീട്ടിലെത്തിയിട്ട് പറയാം. ഇപ്പോൾ 30 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഓൾറെഡി 12 AM ആയി. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങും, ലിസിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ഓടും. കാരണം അപ്പോഴത്തേക്ക് കറക്റ്റ് 42 കിലോമീറ്ററിൽ വീട്ടിലേക്ക് എത്തുന്ന രീതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും ഞാൻ. കാരണം എന്താ വെച്ചാൽ എൻ്റെ മോട്ടീവ് എന്താ വെച്ചാൽ ഇപ്പോൾ എങ്ങനെയും 42 കിലോമീറ്റർ തീർക്കണതാണ്. വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായത്, നല്ല ടയർഡായി, നല്ല ഡെഡാണ്. ഒന്നാമത് വിൻ്റർ, പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡും ഒക്കെ പാടായതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ AC-ലേക്ക് തന്നെ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന 35 കിലോമീറ്റേഴ്സായി. ഹോപ്പ്ഫുള്ളി വീട്ടിലെത്തുമ്പോഴത്തേക്ക് 42 കിലോമീറ്റേഴ്സ് ആവും. ഓൾമോസ്റ്റ് ദാൻ. കയറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സീ ഫ്രെയിമാണ്. താഴത്തെത്തി നമ്മളെ. ഇപ്പോൾ ടൈം ഇതാ 12:41. സ്റ്റിൽ കണ്ടിന്യൂ. 40ാമത്തെ കിലോമീറ്റർ എത്തി. 2 കിലോമീറ്റർ കൂടി കാലെല്ലാം പോയി. ഗൈസ് അപ്പോൾ ഓൾമോസ്റ്റ് 2 AM ആയി. 42 കിലോമീറ്റർ ഫിനിഷ് ചെയ്ത്. ഇറ്റ് വാസ് വൺ ഓഫ് ദ റഫസ്റ്റ് റൺ ഐ ഹാവ് എവർ ഹാഡ്. ബിക്കോസ് ലൈക്ക് ഇതിൻ്റെ കഥ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. നല്ല ടയർഡാണ്, നല്ല ഡ്രെയിൻഡാണ്, എനർജി തീറ്റില്ല. ലാസ്റ്റത്തെ 2 കിലോമീറ്ററൊക്കെ എൻ്റെ കാലൊക്കെ മുട്ടിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോയിട്ട് തീരെ ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഞാൻ ഒരു പോയിന്റിലെത്തിയപ്പോൾ നിർത്തിയാലെന്നൊക്കെ വിചാരിച്ചിരുന്നു. ബട്ട് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതും വിൻ്ററിൽ. ഞാൻ ലൈക്ക് 5 hours റണ്ണാണ്. ഞാൻ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാവ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 5 hours റൺ, 42 കിലോമീറ്റേഴ്സ് ഡൺ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകൾ ഞാൻ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി കഴിഞ്ഞിട്ട് റിക്കവറി സെഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീട്ടിൽ നിന്ന് പറയുന്നത് എനിക്ക് നല്ലത്. നല്ല ഡെറ്റാണ്, നല്ല എനർജി ഡ്രെയിൻ ആയിക്കണേ. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഞാൻ പറഞ്ഞില്ലേ 21ാമത്തെ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഫുൾ ബാഡ് എക്സ്പീരിയൻസ് ചെയ്തു. കാരണം എന്തൊക്കെ പറ്റാണ്ടോ എൻ്റെ കാലുളുക്കി. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നാമത് സ്ലിപ്പായി, ഞാൻ പറഞ്ഞില്ല സ്ലിപ്പായതുകൊണ്ട്, മഴ പെയ്ത് സ്ലിപ്പായതുകൊണ്ട് കാലുളുക്കി, വൊമിറ്റ് ചെയ്ത്. ഇതൊക്കെ നോർമൽ കേട്ടോ, മാരത്തോൺ ഓടുമ്പോൾ വൊമിറ്റ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ബട്ട് പിന്നെ ചുമക്കാൻ തുടങ്ങി. ഒന്നാമത് നല്ല കാറ്റടിക്കാൻ തുടങ്ങി, നല്ല ചുമക്കലും. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഗൈസ് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ ആണ് നമുക്ക് ഫിജത്ത വരച്ചു തന്നത്. ഈ ഫോട്ടോട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ വീഡിയോത്തെ തന്നെ ഫോട്ടോ ആണ് ഇത്. ഞാൻ ആ വീഡിയോ ഇവിടെ എവിടെയെങ്കിലും പ്ലേ ചെയ്യാം. അപ്പോൾ ഫോട്ടോ പ്രോപ്പർ ലൈക്ക് ക്യാൻവാസിലൊക്കെയാണ് വരച്ചിട്ടുണ്ട്. പേപ്പറിലൊന്നുമല്ല വരച്ചത്, ക്യാൻവാസിൽ പ്രോപ്പറായി വരച്ചെന്നു. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആരും ഇങ്ങനെ എന്തരായിട്ട്
വരച്ചിട്ടൊന്നും എനിക്ക് ഇത് തന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വരച്ച് കിട്ടിയ ഫോട്ടോ ആണ് അത്. അത് നമ്മളെ സ്വന്തം ഫിജത്ത വരച്ചെന്നാണ്. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ ഓടിയത്. 2-ാം തീയതി 2 മണിക്കാണ് ഞാൻ ഓടി തീർത്തത്. 2-ാം തീയതി വീട്ടിലെത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെയും ടയർഡായിരുന്നു. എന്താ ഞാൻ വന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നൈസിൽ സൈഡായി. അങ്ങനെ ഇപ്പോൾ ഇന്നലെ ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് എനിക്ക് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം മുട്ടൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല. കാലം അങ്ങോട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് നിൽക്കാനും നല്ല ഇടങ്ങാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത്യാവശ്യം നടന്നു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിരുന്നു. ലൈക്ക് എന്താ നമുക്ക് എക്സാംസ് ആവാറായി. അപ്പോൾ ഹോസ്കി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിരുന്നു. എന്നിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇന്ന് കുറച്ച് പെയിൻ കുറവുണ്ട്, എന്നാലും കുറച്ച് പെയിനൊക്കെ ഉണ്ട് നടക്കുമ്പോഴൊക്കെ. അതായത് എന്താ മുട്ടുത്തിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അങ്ങനെ ഇന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കണേ. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കണേ. കാരണം മറ്റേ ഭാഗം ഞാൻ എഡിറ്റ് ചെയ്ത് തീർത്തു. കാരണം ഞാൻ ഫുൾ റെസ്റ്റിലായി, ഞാൻ ബെഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ബെഡിലിരുന്നിട്ട് എഡിറ്റ് ചെയ്തു. ഇനി ഇത് കൂടിയും ആഡ് ചെയ്തിട്ട് ഇന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ 21-ാമത്തെ കിലോമീറ്റർ കഴിഞ്ഞിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഒന്ന് സ്ലിപ്പായിട്ട് എൻ്റെ കാല് വിളിക്കുക. അതായത് സൈഡിക്ക് കാലും കിട്ടുന്ന പോയി. അതിൽ എനിക്ക് നല്ല പെയിൻ ആവാൻ തുടങ്ങി അവിടെ. അങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് ഞാൻ ഒരു ഡോണറ്റൊക്കെ മേടിച്ചു. കുറച്ച് എനർജി കയറിക്കോട്ടെ വിചാരിച്ചിട്ട് ഡോണറ്റൊക്കെ മേടിച്ച് കുറച്ചൊരു 10-15-20 മിനിറ്റ് റെസ്റ്റ് എടുത്തു. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ 9:30 കഴിഞ്ഞിട്ട് 30-ാമത്തെ കിലോമീറ്റർ എത്തുമ്പോഴത്തേക്ക് 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പോസ് ചെയ്തിട്ട് അതായത് സ്ട്രാവയിൽ നമുക്ക് പോസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പോസ് ചെയ്തിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു കുറച്ച് നേരം. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വൊമിറ്റ് ചെയ്ത് അതുപോലെ എന്താ തീരെ പറ്റാണ്ടായി. അതായത് ചുമക്കാൻ തുടങ്ങി. ഉടനെക്ക് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക. അതായത് ഓടാൻ പറ്റാത്ത അവസ്ഥയിൽ ചുമക്കാൻ തുടങ്ങി. അതായത് അങ്ങനെയായി. കാരണം ഞാൻ ലാസ്റ്റ് ഫുൾ മാരത്തോൺ ഓടിയത് എപ്പോഴാ വെച്ചാൽ +2 പഠിക്കുമ്പോഴാണ്. അതായത് 2-3 കൊല്ലമായി. പ്ലസ് ടു കഴിഞ്ഞിപ്പോൾ എത്രയാ 3-4 കൊല്ലമായിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്കൂൾ വരെ ഓടി. അതായത് ഞാൻ പഠിച്ചത് തൃശ്ശൂരിലായിരുന്നു. എൻ്റെ നാട് മലപ്പുറത്താണ്. അപ്പോൾ ഞാൻ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർ വരെ ഓടി. അതാണ് എൻ്റെ ലാസ്റ്റത്തെ ഫുൾ മാരത്തോൺ. അത് ഇനിയിപ്പോൾ ട്രെയിനിങ് ഒന്നുമില്ല, ആ സമയത്ത് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതല്ല, ഇത് വിൻ്ററിലാണ് ഓടുന്നത്. അപ്പോൾ ഹെവി ക്ലോത്ത്സ് ആണ്, അതായത് ഹുഡിയൊക്കെ ഇട്ടിട്ട് ഓടുന്നത്. അപ്പോൾ ഹുഡിൻ്റെ വെയിറ്റും ഒക്കെ പാടായിട്ട് 5 മണിക്കൂർ എടുത്ത് ഓടി തീർക്കാൻ. പക്ഷെ എങ്ങനെയൊക്കെ ഓടി തീർത്ത്. കാരണം ഞാൻ ലാസ്റ്റത്തൊക്കെ 2-3 കിലോമീറ്റർ എങ്ങനെയൊക്കെയാണ് ഓടിയത്. അതായത് ലൈക്ക് ബോഡി ഇങ്ങനെ ആടിയിട്ടൊക്കെ ഇങ്ങനെ ഓടിയിരുന്നത് തീരെ. അതായത് ഞാനെൻ്റെ മറ്റേ അതിൻ്റെ ടൈമിങ് ആണെങ്കിൽ പേസ് ഫസ്റ്റത്തെ എത്രാമത്തെ കിലോമീറ്ററിൽ എത്ര പേസിലാണ് പോകുന്നത് സ്ട്രാവയിൽ നമുക്ക് കിട്ടും. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പ്ലേ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് 3-4 കിലോമീറ്ററൊക്കെ ഓടുന്നതിൻ്റെ പേസ് കാണാം 8-9 മിനിറ്റ് പെർ കിലോമീറ്റർ പേസിലാണ് പോയിരുന്നത്. അങ്ങനെ സ്ലോയിലാണ് ഓടിയത്. അതായത് ഇങ്ങനെ ലൈക്ക് എങ്ങനെയൊക്കെയോ തീർക്കുക എന്നുള്ള മൈൻഡ് ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ തീർത്ത്. പിന്നെ യൂട്യൂബ് തുടങ്ങുക. യൂട്യൂബിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തുടങ്ങുന്ന ഒരു ഐഡിയ ബർത്ത്ഡേക്ക് യൂട്യൂബ് വീഡിയോ ലൈക്ക് തുടങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ലൈക്ക് 2026 റെസൊല്യൂഷൻ ഒന്നുമില്ല, ബട്ട് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബർത്ത്ഡേക്ക് വീഡിയോ എടുക്കണം വിചാരിച്ചു. ബർത്ത്ഡേക്ക് വീഡിയോ എടുത്തു. അങ്ങനെ യൂട്യൂബ് തുടങ്ങി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കുറേ ഞാനാണെങ്കിൽ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ഞാൻ ഇതേപോലെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ സാധനങ്ങളും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബ് തുടങ്ങി. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു യൂട്യൂബ് തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ തുടങ്ങി. ലൈക്ക് കുറേ ഒന്നും ആലോചിച്ചില്ല, അങ്ങനെ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി. അപ്പോൾ കുറേ വീഡിയോസ് കിട്ടണം വിചാരിക്കുന്നുണ്ട്, കുറേ വീഡിയോസ് എടുക്കണം വിചാരിക്കുന്നുണ്ട്. ഇനി എക്സാമാണ് വരുന്നത്. അപ്പോൾ ലൈക്ക് അത്ര ആക്റ്റീവ് ആവില്ല, ബട്ട് മാക്സിമം ടിബ്ലിസിയിൽ കുറച്ച് ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലുണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്ന കുറച്ച് വീഡിയോസ് എന്തായാലും എടുത്തിടാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നോമ്പൊക്കെ അല്ലേ വരുന്നത്. നോമ്പിൻ്റെ സമയത്ത് എക്സാം ഉണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.